ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് 2 ദിവസം മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന കലാകായികം സാഹിത്യം സംസ്കാരത്തിന്റെ പാർട്ട് 2 വീഡിയോ ആയിട്ടാണ്. അപ്പൊ ഇതിൽ കൂടുതലായിട്ട് 2023, 24, 25 ചോദ്യങ്ങളാണ് ഇതിൽ കൂടുതലായിട്ട് ഉള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്തവർ ജസ്റ്റ് ഒന്ന് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അതിൽ ഒരുപാട് ടോപ്പിക്സിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ പോയിട്ട് കാണുക കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം ഏതാണെന്ന് നോക്കാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? യക്ഷഗാനം ഏറ്റവും കൂടുതൽ എവിടെയാണുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. കാസർഗോഡാണ് യക്ഷഗാനം ഏറ്റവും കൂടുതലായിട്ട് ഉള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ ഭാരത സർക്കാരിന്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരാണ്? ഭാരത സർക്കാരിന്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. OM നമ്പ്യാർ ആണ്. OM നമ്പ്യാർ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആരാണ്? എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ടോപ്പിക്കിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. VT ഭട്ടതിരിപ്പാടാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ള ഒരു ചോദ്യം പലപ്പോഴായിട്ട് വരുന്നുണ്ട്. ഇതൊരു നാടകമാണ്. ഓക്കെ, നാടകമാണിത്. ഓക്കെ, 2021 അന്തരിച്ച യശ്പാൽ ശർമ്മ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓക്കെ, 2021 അന്തരിച്ച യശ്പാൽ ശർമ്മ എന്ന് പറയുന്നത് ഏത് കായിക ഇനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. ക്രിക്കറ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, ക്രിക്കറ്റ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനം? ഓക്കെ, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. മണിപ്പൂരാണ് സ്ഥാപിച്ചത്. ഓക്കെ, 2022 കേരളത്തിൽ നിന്ന് പത്മശ്രീ അവാർഡ് ലഭിച്ച സാമൂഹിക പ്രവർത്തക ആരാണ്? 2022 ഓക്കെ, കേരളത്തിൽ നിന്ന് പത്മശ്രീ അവാർഡ് ലഭിച്ച സാമൂഹിക പ്രവർത്തക ആരാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. KV റാബിയാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? കൊഴിഞ്ഞ ഇലകൾ എന്ന് പറയുന്നത് ആരുടെ ആത്മകഥയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ജോസഫ് മുണ്ടശ്ശേരിയുടെയാണ് കൊഴിഞ്ഞ ഇലകൾ എന്ന് പറയുന്നത്. ഓക്കെ, കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള പാണിനി എന്നറിയപ്പെടുന്നത് AR രാജരവിവർമ്മ. AR രാജരാജവർമ്മ. ഓക്കെ, 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രം, 67ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. മരക്കാർ അറബിക്കടലിന്റെ സിംഹം. മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഏത് നദിയുടെ തീരത്താണ്? മാമാങ്കം നടന്നിരുന്ന തിരുനാവായ എന്ന് പറയുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. ഓക്കെ, മാമാങ്കം നടന്നിരുന്ന തിരുനാവായ എന്ന് പറയുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. പൂർണ്ണമായി മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യത്തെ പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം. ഓക്കെ, PR ശ്രീജേഷ് താഴെ പറയുന്നവയിൽ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. ഹോക്കിയുമായിട്ടാണ് PR ശ്രീജേഷ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, 2020 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുത്തത് ആരെയാണ് തിരഞ്ഞെടുത്തത്? ആൻസർ ഓപ്ഷൻ എ ആണ്. ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് 2020 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുത്തത്. ഓക്കെ, 2019 വർഷത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2019 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അല്ലെ. അക്കിത്തമാണ്. അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അടുത്ത ക്വസ്റ്റ്യൻ, AR രാജരാജവർമ്മയുടെ വിയോഗത്തിൽ മനംനൊന്ത് കുമാരനാശാൻ എഴുതിയ കൃതി. ഏതാണ് കുമാരനാശാൻ എഴുതിയ കൃതി? ആൻസർ ഓപ്ഷൻ ബി ആണ്. പ്രരോദനമാണ് കുമാരനാശാൻ എഴുതിയ കൃതി. ഓക്കെ, MT വാസുദേവൻ നായരുടെ രണ്ടാം ഊഴത്തിലെ കേന്ദ്ര കഥാപാത്രം, MTയുടെ രണ്ടാം ഊഴത്തിലെ കേന്ദ്ര കഥാപാത്രം ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലെ. ഭീമനാണ് കേന്ദ്ര കഥാപാത്രം. ഓക്കെ, അടുത്തത് മാറ്റുവിൻ ചട്ടങ്ങളെ എന്നും ആഹ്വാനം ചെയ്ത ആശാന്റെ കൃതി. മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് ആഹ്വാനം ചെയ്ത ആശാന്റെ കൃതി ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ദുരവസ്ഥയാണ് ആൻസർ. തൊഴിലാളി ക്ഷേമം മുൻനിർത്തി വേലക്കാരൻ എന്ന പത്രം പ്രസിദ്ധീകരിച്ച നവോത്ഥാന നായകൻ. വേലക്കാരൻ പ്രസിദ്ധീകരിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് അല്ലെ. സഹോദരൻ അയ്യപ്പൻ. ഓക്കെ, ഇത് ഇടയിൽ കയറി വന്നാണ് കേട്ടോ.
അടുത്തത് കണ്ണീരും കിനാവും എന്ന ആത്മകഥ ആരുടെയാണ്? കണ്ണീരും കിനാവും ആരുടെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാടിന്റെയാണ് കണ്ണീരും കിനാവും എന്ന ആത്മകഥ ട്ടോ. കണ്ണീരും കിനാവും എന്ന ആത്മകഥ VT ഭട്ടതിരിപ്പാടിന്റെയാണ്. ഓക്കെ. 2022 ലോകകപ്പ് ഫുട്ബോളില് 2ാം സ്ഥാനക്കാരായ രാജ്യം. ഓക്കെ, 2ാം സ്ഥാനക്കാരെയാണ് ചോദിച്ചിരിക്കുന്നത്. 2ാം സ്ഥാനക്കാരായ രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഫ്രാൻസ് ആണ് ട്ടോ. ഫ്രാൻസ് ആണ് 2ാം സ്ഥാനക്കാരായ രാജ്യം. ഓക്കെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിന്റെ ആദ്യത്തെ പുസ്തക ഗ്രാമമായിട്ട് പ്രഖ്യാപിച്ച സ്ഥലം ഏതാണ്? പ്രഖ്യാപിച്ച സ്ഥലം എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് ട്ടോ. പെരുങ്കുളമാണ് ആൻസർ എന്ന് പറഞ്ഞ പെരുങ്കുളമാണ് ആൻസർ. ഓക്കെ. വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ്? വിത്തും കൈക്കോട്ടും എന്ന് പറയുന്ന കൃതി ആരുടെ സൃഷ്ടിയാണ്? ആൻസർ ഓപ്ഷൻ സി ആണല്ലേ, വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ഓക്കെ. അപ്പൊ ഇതിൽ ഈ കൃതികളും കാര്യങ്ങളും പുസ്തകങ്ങളൊക്കെ നമ്മുടെ SCERT ഒരുപാട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഒരു ദിവസം SCERT മലയാളം മാത്രമായിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, അതായത് 5 മുതൽ 10 വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകളിൽ നമ്മുടെ എക്സസൈസിന്റെ ഭാഗത്തായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ വീഡിയോസ് നമുക്ക് ഒരു ദിവസം ചെയ്യാം ട്ടോ. കാരണം ആ ഭാഗത്ത് നിന്നും ഒരുപാട് ചോദിക്കുന്നതായിട്ട് ഇപ്പൊ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തെ വീഡിയോ ഞാൻ ഒരു ദിവസം ചെയ്തു തരാം ട്ടോ. ഓക്കെ, അടുത്ത ദിവസം നോക്കാം. 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളില് ഗോൾഡൻ ബൂട്ട് ലഭിച്ച കളിക്കാരൻ ആരാണ്? ഓക്കെ, 2022 ഗോൾഡൻ ബൂട്ട് ആർക്കാണ് ലഭിച്ചത്? ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണല്ലേ, കിലിയൻ എംബാപ്പെ. കിലിയൻ എംബാപ്പെ. ഓക്കെ. 1924 ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി. 1924 ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണല്ലേ, CK ലക്ഷ്മണൻ. PT ഉഷ എന്നൊന്നും കൊണ്ട് എഴുതരുത്, CK ലക്ഷ്മണൻ ആണ്. ഓക്കെ. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് അല്ലെ, ആരാണ്? EMS ആണ് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ്. ഓക്കെ. ഋതുമതി എന്ന നാടകത്തിന്റെ രചയിതാവ് ആരാണ്? ഋതുമതിയുടെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ ബി ആണ് ട്ടോ, പ്രേംജി ആണ് ഋതുമതിയുടെ രചയിതാവ്. ഓക്കെ. നാട്യശാസ്ത്രം എഴുതിയത് ആരാണ്? നാട്യശാസ്ത്രം എഴുതിയിട്ടുള്ളത് ആരാണ്? ഓപ്ഷൻ ബി ആണ്, ഭരതമുനി. ഭരതമുനിയാണ് നാട്യശാസ്ത്രം എഴുതിയത്. ഓക്കെ. തോമസ് കപ്പ് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? തോമസ് കപ്പ് എന്ന് പറയുന്നത് ഏത് കായിക ഇനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ബാഡ്മിന്റൺ. ബാഡ്മിന്റനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരാണ്? G ശങ്കരക്കുറുപ്പാണ് ട്ടോ. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ മലയാളി എന്ന് പറയുന്നത് G ശങ്കരക്കുറുപ്പാണ്. 2021 മേജർ ധ്യാൻചന്ദ് പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരാണ്? 2021 മേജർ ധ്യാൻചന്ദ് പുരസ്കാരത്തിന് അർഹനായ മലയാളി എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, PR ശ്രീജേഷ് ആണ്. PR ശ്രീജേഷ് ആണ്. ഓക്കെ. 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ മത്സരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? വേൾഡ് കപ്പുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കണ്ടോ. ഓക്കെ, അപ്പം ഓപ്ഷൻസ് നോക്കാം. ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയത് ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പയാണ്. ഓക്കെ. മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയത് ലയണൽ മെസ്സിയാണ്. 2022 ഇത് അർജന്റീനയുടെ 2ാമത്തെ ലോകകപ്പ് കിരീട നേട്ടമാണ്. ഓക്കെ, ഇതിന്റെ ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണല്ലേ. എന്താണ്? 3 മാത്രമാണ് ഇവിടെ തെറ്റായ പ്രസ്താവന. 3 മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. ഓക്കെ, ബാക്കിയെല്ലാം ശരിയാണ്. 2018 ലോകകപ്പ് പുരുഷ ഹോക്കി മത്സരങ്ങൾക്ക് വേദിയായ ഇന്ത്യൻ നഗരം. 2018 ലോകകപ്പ് പുരുഷ ഹോക്കി മത്സരങ്ങൾക്ക് വേദിയായ ഇന്ത്യൻ നഗരം എന്ന് പറയുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി ആണ് ട്ടോ, ഭുവനേശ്വർ ആണ്. ഭുവനേശ്വർ. 11ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാന വംശീയ വലി ചരിതമാണ്. ഓക്കെ. സംഘകൃതികൾ, മൂഷക വംശ മഹാകാവ്യം, തുഫ്തുൽ മുജാഹിദീൻ, ചിലപ്പതികാരം. ഓക്കെ, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ട്ടോ, അതായത് ഓൺലി 2. എന്താണ്? മൂഷക വംശ മഹാകാവ്യം. 11ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വംശീയ വലിചരിതമാണ്. ഇതെന്ന് പറയുന്നത് മൂഷക വംശ മഹാകാവ്യമാണ്. ക്രിക്കറ്റിന്റെ ഉത്ഭവം ഏത് രാജ്യത്താണ്? ക്രിക്കറ്റ് ഉത്ഭവിച്ചിരിക്കുന്നത് ഏത് രാജ്യത്താണ്? ആൻസർ ഓപ്ഷൻ സി ആണല്ലേ, ഇംഗ്ലണ്ടിൽ നിന്നാണ് ക്രിക്കറ്റിന്റെ ഉത്ഭവം. ആരുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ? ആരുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ? ഓപ്ഷൻ ഡി, ചങ്ങമ്പുഴയുടെയാണ് തുടിക്കുന്ന താളുകൾ. ഓക്കെ. 2020 വർഷത്തില് സംസ്ഥാനത്ത് മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ്? ഓക്കെ, 2020 വർഷത്തില് സംസ്ഥാനത്ത് മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, മിനിമോൾ എബ്രഹാം ആണ്. ഇതൊക്കെ 2023 ക്വസ്റ്റ്യൻസ് ആണ് ട്ടോ.
അപ്പോ മിനിമോൾ എബ്രഹാം ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 2023 ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 2020 ക്വസ്റ്റ്യൻസും വരുന്നത് കണ്ടോ. അതുപോലെ തന്നെ 2024 ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിൽ 2019 ചോദ്യവും വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾക്കൊരു ധാരണയുണ്ടാവും ഇത് കഴിഞ്ഞതല്ലേ, കറണ്ട് അഫയർ ആ സമയത്ത് ചോദിച്ചതല്ലേ, അത് ഇനി പഠിക്കണോ എന്നുള്ളൊരു ഡൗട്ട് വരുന്നുണ്ട് അല്ലെ. അപ്പൊ അത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ. കറണ്ട് അഫയർ എന്ന് പറയുന്നത് ഓക്കെ, അതൊരു 3 ഇയർ ബാക്ക് ഉള്ളതാണ്. അപ്പൊ നമുക്കിനി അത് പഠിക്കണ്ട, ആ ഒരു രീതിയിൽ ഒരിക്കലും ചെയ്യരുത്. കാരണം കറണ്ട് അഫയർ എന്ന് പറയുന്നത് ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ചോദിക്കും. നമ്മൾ കുറച്ച് മുമ്പ് ഒരു ചോദ്യം നമ്മൾ കണ്ടിരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. അതായത് എനിക്ക് തോന്നുന്നു 1988 തോന്നുന്നു, മമ്മൂട്ടിയോടൊപ്പം നാഷണൽ അവാർഡ് പങ്കിട്ടത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. അത് അപ്പോഴത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, അതിപ്പോ ചോദിക്കേണ്ട കാര്യമില്ല. പക്ഷെ അത് ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു 4 കൊല്ലം മുമ്പത്തെ ചോദ്യമല്ലേ ഇതെന്ന് വെച്ചിട്ട് അത് വിടരുത്. കറണ്ട് അഫയേഴ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് അങ്ങനെ പഠിച്ചു പോകുക. ഒരു 4-5 വർഷത്തെ നമ്മൾ അങ്ങനെ നോക്കി പോവുക. ഞാൻ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ എന്നാൽ കൂടി ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് അത് പഠിച്ചു പോകാനായിട്ട് മാക്സിമം ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ചൈനാമാൻ ആയിട്ട് കളിക്കുന്ന കളിക്കാരൻ ആരാണ്? ഓക്കെ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ചൈനാമാൻ ആയിട്ട് കളിക്കുന്ന കളിക്കാരൻ ആരാണ്? ഓപ്ഷൻ ഡി ആണ്, കുൽദീപ് യാദവ് ആണ്. കുൽദീപ് യാദവ് ആണ്. ഓക്കെ, ഒളിമ്പിക്സ് മെഡൽ ജേതാവ് PR സുജേഷിന് സംസ്ഥാന സർക്കാർ സ്ഥാനക്കയറ്റം നൽകിയത് എന്തായിട്ടാണ്? ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ പോസ്റ്റിംഗ് ഏതായിരുന്നു? വിദ്യാഭ്യാസ വകുപ്പിലെ ജോയിന്റ് ഡയറക്ടർ ആയിട്ടാണ്. വിദ്യാഭ്യാസ വകുപ്പിലെ ജോയിന്റ് ഡയറക്ടർ ആയിട്ട്. 2020 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം പങ്കിട്ട ജേതാക്കൾ ആരൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇമ്മാനുവൽ ഷാർപെന്റിയർ, ജെന്നിഫർ എ ഡൗസ്റ്റ. ഓക്കെ, ജനിതക ഘടനയിൽ മാറ്റം വരുത്തുന്നതിനുള്ള നൂതന ജീൻ എഡിറ്റിംഗ് സങ്കേതത്തിനാണ് 2020 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. ഈ സാങ്കേതിക വിദ്യ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? CRISPR-Cas9. ഓക്കെ, ഇത് പുരസ്കാരങ്ങൾ എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു ചോദ്യങ്ങൾ എടുത്തത്. ഓക്കെ, കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ്, കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ഓപ്ഷൻ ഡി ആണ്, KM പണിക്കരാണ്. KM പണിക്കർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സമ്പർക്ക ക്രാന്തി എന്ന നോവൽ രചിച്ചത് ആരാണ്? സമ്പർക്ക ക്രാന്തി എന്ന നോവൽ രചിച്ചിട്ടുള്ളത് ആരാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ, വി ഷിനിലാൽ. ഓക്കെ, മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ സിനിമയായിട്ട് അറിയപ്പെടുന്ന സിനിമ ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ സിനിമയായിട്ട് അറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ബാലനാണ് ആൻസർ വരുന്നത്. ഓക്കെ, ബാലനാണ് ആൻസർ. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഹോക്കി ആണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം. ഓക്കെ, രഞ്ജി ട്രോഫി ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? രഞ്ജി ട്രോഫി എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ ബി, ക്രിക്കറ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ക്രിക്കറ്റ് ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. 2022 അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ ഏത് ഇന്ത്യൻ സിനിമയ്ക്കാണ് മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്? ഏത് സിനിമയ്ക്കാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ, കുഴങ്ങൾക്കാണ് മികച്ച ഇന്ത്യൻ സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ, 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ ആരാണ്? പോൾ സക്കറിയാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയം വഹിക്കുന്ന രാജ്യം. ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയം വഹിക്കുന്ന രാജ്യം ഏതായിരുന്നു? ഓപ്ഷൻ ഡി ആണ് അല്ലെ, ഖത്തറാണ് കേട്ടോ. ഖത്തറാണ് രാജ്യം എന്ന് പറയുന്നത്. തരിസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത് ആരാണ്? തരിസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത് ഓപ്ഷൻ എ ആണ്, അയ്യനടികൾ തിരുവടികൾ. ഓക്കെ, കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? കണ്ണീരും കിനാവ്, ഇത് റിപ്പീറ്റഡ് ആണ്. കണ്ണീരും കിനാവും രചിച്ചത് ആരാണ്? ഓപ്ഷൻ സി ആണ്, VT ഭട്ടതിരിപ്പാട്. ക്രിക്കറ്റ് ഇതിഹാസമായിരുന്ന ഷെയ്ൻ ബോണിന്റെ ജന്മസ്ഥലം എവിടെയാണ്? ക്രിക്കറ്റ് ഇതിഹാസമായിരുന്ന ഷെയ്ൻ ബോണിന്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഓസ്ട്രേലിയ ആണ്. പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ടേബിൾ ടെന്നീസ് ആണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഹോക്കി കളിയിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന കായിക താരം ആരാണ്? ഹോക്കി കളിയിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ ആണ്, ധ്യാൻ ചന്ദ് ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നീരജ് ചോപ്ര ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നീരജ് ചോപ്ര എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ജാവലിൻ ത്രോയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പത്മശ്രീ ലഭിച്ച കേരളത്തിലെ ആദ്യ കായിക താരം ആരാണ്? പത്മശ്രീ ലഭിച്ച കേരളത്തിലെ ആദ്യ കായിക താരം എന്ന് പറയുന്നത് MD വത്സമ്മയാണ്. ഓക്കെ, 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയം വഹിക്കാത്ത രാജ്യം ഏതാണ്? ഓക്കെ, ഇനി വരുന്ന ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാത്ത രാജ്യം ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലെ, ചിലി ആണ് കേട്ടോ ആതിഥേയം വഹിക്കാത്ത രാജ്യം. ഓക്കെ,
2022 IPL മെഗാ താര ലേലത്തില് മലയാളി താരം ബേസിൽ തമ്മിയെ സ്വന്തമാക്കിയ ടീം. ഓക്കെ, ആരാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ, മുംബൈ ഇന്ത്യൻസ് ആണ്. മുംബൈ ഇന്ത്യൻസ്. 2021 മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹമായ സിനിമ. 2021 മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹമായ സിനിമ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. ഓക്കെ. 2020 സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ നോവൽ. 2020 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ നോവൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, അടിയാളപ്രേതം. അടിയാളപ്രേതം. ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഓക്കെ, സാംസ്കാരിക ചരിത്രവുമായിട്ടാണ്. കേരളത്തിന്റെ തനതു നൃത്തരൂപമാണ് ഭരതനാട്യം. കർണാടകയുടെ തനതു സംഗീത ശാഖയാണ് സോപാന സംഗീതം. ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയവ അജന്ത എല്ലോറ ഗുഹകൾ, താജ്മഹൽ എന്നിവയാണ്. ചരിത്രത്തിലെ വർത്തമാനകാലവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ് സ്മാരകങ്ങൾ. ഓക്കെ, തന്നിരിക്കുന്നതിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. സിയും ഡിയും ആണ് ശരി. എന്തൊക്കെയാണ്? ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയവ അജന്ത എല്ലോറ ഗുഹകൾ, താജ്മഹൽ എന്നിവയാണ്. ഇതില് ചരിത്ര വർത്തമാനകാലവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ് സ്മാരകങ്ങൾ. ഓക്കെ, ഇവിടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്തത് 1973 കേരള ഫുട്ബോൾ ടീം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി നേടി. കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയത് MD വത്സമ്മ. കേരളത്തിൽ നിന്നുള്ള ആദ്യ പത്മശ്രീ കായിക താരവും ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ വനിതയാണ് KM ബീനാമോൾ. മുകളിൽ പറഞ്ഞ പ്രസ്താവനകൾ ശരിയായത് ഏതാണ്? ശരിയായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഒന്ന് മാത്രമാണ് കേട്ടോ. 1973 കേരള ഫുട്ബോൾ ടീം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി നേടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1967 അമ്പലപ്പുഴയിൽ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥാപിതമായി. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖപത്രം വിജ്ഞാന കൈരളി. മൊയ്യൻകുട്ടി വൈദ്യർ സ്മാരകം കൊണ്ടോട്ടിയിൽ സ്ഥാപിതമായി. മുണ്ടശ്ശേരി സ്മാരകം തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ സ്ഥാപിതമായി. മുകളിൽ പറഞ്ഞവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ് തന്നിരിക്കുന്നതിൽ? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 4 മാത്രം. ഓക്കെ, മുണ്ടശ്ശേരി സ്മാരകം തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ സ്ഥാപിതമായി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? VT ഭട്ടതിരിപ്പാടിന്റെ നാടകം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് പുറത്തിറങ്ങി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിലുള്ള സ്വദേശാഭിമാനി പത്രം നിലവിൽ വന്നു. ചാവറ കുര്യാക്കോസ് അച്ഛന്റെ നേതൃത്വത്തിൽ കത്തോലിക്ക സംസ്കൃത സ്കൂൾ ആരംഭിച്ചു. മലയാളി മെമ്മോറിയൽ എന്ന മെമ്മോറാണ്ടം തിരുവിതാംകൂർ രാജാവിന് സമർപ്പിച്ചത്. ഓക്കെ, ആൻസർ എന്താണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് കേട്ടോ. അതായത് 3 ആണ് ആദ്യം വരുന്നത്, പിന്നെ വരുന്നത് 2 ആണ്. സോറി 4, പിന്നെ വരുന്നത് 2 വരും. ഇതാണ് 3 വരുന്നത്, പിന്നെ ഇത് 4. ഓക്കെ, ഇങ്ങനെയാണ് ഓർഡർ വരുന്നത്. സി ആണ് വരുന്നത്. വാഴക്കുല എന്ന കവിത എഴുതിയ കവിയുടെ പേര്. വാഴക്കുല എഴുതിയിട്ടുള്ളത് ആരാണ്? ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ, ചങ്ങമ്പുഴ. ചങ്ങമ്പുഴയാണ് വാഴക്കുല എന്നുള്ളത് എഴുതിയിട്ടുള്ളത്. ഓപ്ഷൻ സി. അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ വെച്ചാണ്? അടുത്ത ഒളിമ്പിക്സ് എവിടെ വെച്ചാണ് നടക്കുന്നത്? എവിടെയാണ്? ഓപ്ഷൻ ബി, പാരീസിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ സ്ഥാനം ലഭിച്ച മലയാളി ആര്? ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച മലയാളി ആരാണ്? ആദ്യ മലയാളി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് അല്ലെ, മിന്നുമണിയാണ് കേട്ടോ, മിന്നുമണി. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നാടകത്തിന്റെ രചയിതാവ് VT ഭട്ടതിരിപ്പാട്. കണ്ടോ എത്ര തവണ ഇനിയുണ്ട് കേട്ടോ, പോകുന്ന അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. VT ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്നത് നോക്കി വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളിയാണ് PT ഉഷ. PT ഉഷ. ദേശീയ സരസ് മേളയ്ക്ക് കേരളത്തിൽ ആതിഥ്യം അരുളിയ ആദ്യ ജില്ല. ദേശീയ സരസ് മേളയ്ക്ക് കേരളത്തിൽ ആതിഥ്യം അരുളിയ ആദ്യ ജില്ല ഏതാണ്? ആൻസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സി ആണ്, കോട്ടയമാണ്. കോട്ടയം. 2022 ഫിഫ വേൾഡ് കപ്പ് മത്സരങ്ങൾക്ക് ഉപയോഗിച്ച ഫുട്ബോളിന് നൽകിയിട്ടുള്ള പേര്. 2022 ഫിഫ വേൾഡ് കപ്പ് മത്സരങ്ങൾക്ക് ഉപയോഗിച്ച ഫുട്ബോളിന് നൽകിയ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, അൽ റിഹ്ല. അൽ റിഹ്ല. വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിന്റെ പേര്. വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിന്റെ പേര്. എന്താണ് പേരെന്ന് പറയുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, ലീലാതിലകം. ലീലാതിലകമാണ്. ലീലാതിലകമാണ്. ഓക്കെ, 6 ലോകകപ്പ് മത്സരങ്ങൾ കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, മിതാലി രാജ്. മിതാലി രാജ് ആണ് ആൻസർ. ഓക്കെ, 2021 ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ആരാണ്? 2021 ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ആരാണ്? ദാമോദർ മൗസോ. ദാമോദർ മൗസോ. ഓക്കെ, കേരളത്തിന്റെ ദേശീയ ഉത്സവം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓണമാണ് ദേശീയ ഉത്സവം. ഓണം. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ, വരിക വരിക സഹചരെ വലിയ സഹന സമരമായി ഈ സ്വാതന്ത്ര്യ സമരഗാനത്തിന്റെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ ബി ആണ് അംശി നാരായണ പിള്ള. ഓക്കെ, എന്റെ ജീവിത സ്മരണകൾ എന്ന ആത്മകഥ എഴുതിയ സാമൂഹ്യ പരിഷ്കർത്താവ്, എന്റെ ജീവിത സ്മരണകൾ എന്ന ആത്മകഥ എഴുതിയ സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് പറയുന്നത് ആരാണ്? ഓപ്ഷൻ ഡി ആണ് മന്നത്ത് പത്മനാഭൻ. ഓക്കെ, കേരളം കായിക ദിനം ആചരിക്കുന്നത് എന്നാണ്? കേരള കായിക ദിനം ഒക്ടോബർ 13. ഓപ്ഷൻ സി ഒക്ടോബർ 13. ഓക്കെ, വരയുടെ പരമശിവൻ എന്ന് VKN വിശേഷിപ്പിച്ചത് ആരെ? ഓക്കെ, വരയുടെ പരമശിവൻ എന്ന് VKN വിശേഷിപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻ സി KM വാസുദേവൻ നമ്പൂതിരി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ മലയാളി കായിക താരം ആരാണ്? പത്മശ്രീ നേടിയ ആദ്യത്തെ മലയാളി കായിക താരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് MD വത്സമ്മ. കുമ്മി എന്ന കവിത രചിച്ചത് ആരാണ്? ജാതിക്കുമ്മി രചിച്ചിട്ടുള്ളത് ആരാണ്? ഓപ്ഷൻ എ ആണ് KP കറുപ്പൻ. ഓക്കെ, പണ്ഡിറ്റ് KP കറുപ്പൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കോഴിക്കോടിന്റെ കഥ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? കോഴിക്കോടിന്റെ കഥ രചിച്ചത് ആരാണ്? ഓപ്ഷൻ എ ആണ് MGS നാരായൺ. ഉപലേന്ദു ചാറ്റർജി എന്ന കേന്ദ്ര കഥാപാത്രം കടന്നുവരുന്ന TD രാമചന്ദ്രന്റെ നോവല് ഏതാണ്? ഓക്കെ, ഉപലേന്ദു ചാറ്റർജി എന്ന കേന്ദ്ര കഥാപാത്രം കടന്നു വരുന്ന TD രാമകൃഷ്ണന്റെ നോവൽ ഏതാണ് നോവൽ എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ് അല്ലെ, ആൽഫയാണ് ആൻസർ. ബ്രിഡ്ജ് ഔട്ട് എന്ന പദം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് കായിക മത്സരവുമായിട്ട് ബന്ധപ്പെട്ടാണ്? ബ്രിഡ്ജ് ഔട്ട് എന്ന് പറയുന്നത് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? റെസ്ലിംഗുമായിട്ട് റിലേറ്റഡ് ആണ്. റെസ്ലിംഗ്. പണ്ഡിതനും തെയ്യം കലാകാരനുമായ രാമന് മണക്കാടൻ ഗുരുക്കൾ എന്ന ആചാരപട്ടം നൽകി ആദരിച്ച തമ്പുരാൻ ആരാണ്? ഓക്കെ, അതായത് പണ്ഡിതനും തെയ്യം കലാകാരനുമായിരുന്ന രാമന് മണക്കാടൻ ഗുരുക്കൾ എന്ന ആചാരപട്ടം നൽകി ആദരിച്ച തമ്പുരാൻ ആരാണ്? ഓപ്ഷൻ ബി ആണ് ചിറക്കൽ തമ്പുരാൻ. സംഘകാല സാഹിത്യത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഐന്തിണകളിലെ അവസാന നിലമായ നെയ്തൽ നിലം സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഐന്തിണകളിലെ അവസാന നിലമായ നെയ്തൽ നിലം സൂചിപ്പിക്കുന്നത് എന്തിനെയാണെന്നാണ് ചോദിക്കുക. എന്തിനെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, കടലോര പ്രദേശത്തെ. ഗീതാഞ്ജലി ശ്രീക്ക് 2022 ബുക്കർ സമ്മാനിച്ച ലഭിച്ച ടോം ഓഫ് സാൻഡ്, അതായത് ഗീതാഞ്ജലി ശ്രീക്ക് 2022 ബുക്കർ സമ്മാനം ലഭിച്ച ടോം ഓഫ് സാൻഡ് എന്ന കൃതി ഹിന്ദിയിലേക്ക് ഏത് നോവലിന്റെ പരിഭാഷയാണ്? ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ, രേത്ത് സമാധി. അതായത് ഗീതാഞ്ജലി ശ്രീക്ക് 2022 ബുക്കർ സമ്മാനം ലഭിച്ച ടോം ഓഫ് സാൻഡ് എന്ന കൃതി ഹിന്ദിയിലെ ഏത് നോവലിന്റെ പരിഭാഷയാണ്? രേത്ത് സമാധി. ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി ഏതു രാജ്യമാണ് ഒരു മത്സരത്തിൽ വൈറ്റ് കാർഡ് ആരംഭിച്ചത്? വൈറ്റ് കാർഡ് ആരംഭിച്ചിട്ടുള്ളത് ആരാണ്? ഓപ്ഷൻ സി ആണ്, പോർച്ചുഗലാണ് ആരംഭിച്ചത്. 2022 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആനി എർനാക്സ് എത്രാമത്തെ നൊബേൽ നേടുന്ന ഫ്രാൻസിൽ നിന്നുള്ള എഴുത്തുകാരിയാണ്? എത്രാമത്തെ എഴുത്തുകാരിയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 16ാമത്തെ എഴുത്തുകാരിയാണ്. ഓക്കെ, 2023 ഓസ്കാർ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ദ എലിഫന്റ് വിസ്പേഴ്സ്. മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള ഓസ്കാർ നേടിയത് മേരി സോ ഫ്രൈഡ് പ്രസ്. മികച്ച ഒറിജിനൽ സോങ്ങിനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയ നാട്ടിന്റെ സംവിധായകൻ M കീരവാണിയാണ്. ഇതില് ശരിയായ പ്രസ്താവന ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? ഓപ്ഷൻ ഡി ആണ്, 1 ഉം 3 ആണ് കേട്ടോ, 1 ഉം 3 ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഓക്കെ, താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതി അല്ലാത്തത് ഏതാണ്? വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതി അല്ലാത്തത് ഏതാണ്? പാഞ്ചാലി ശപഥമാണ്. ഓക്കെ, സതി എന്ന ശ്രദ്ധേയമായ ചിത്രം താഴെ പറയുന്നവരിൽ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നന്ദലാൽ ബോസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടൻ. ഓക്കെ, ആദ്യത്തെ മലയാള നടൻ ആരാണ്? ഓപ്ഷൻ സി PJ ആന്റണിയാണ് കേട്ടോ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടനാണ് PJ ആന്റണി. ഓക്കെ, ഏഷ്യാഡിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിതയാണ് MD വത്സമ്മ. ജീവിതരസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കലാകാരൻ. ജീവിതരസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയത് ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരാണ്. കുഞ്ഞിരാമൻ നായർ. ഓക്കെ, 2019 ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാളി സാഹിത്യകാരൻ ആരാണ്? 2019 ജ്ഞാനപീഠം ആർക്കായിരുന്നു? ഓപ്ഷൻ സി ആണല്ലേ, അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോ ഇനത്തിൽ സ്വർണം നേടിയ കായിക താരം ആരാണ്? ഓപ്ഷൻ ഡി നീരജ് ചോപ്ര.
ഗോദവർമ്മ രാജയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരള സ്പോർട്സ് കൗൺസിലിന്റെ സ്ഥാപക പ്രസിഡന്റ്. ഒക്ടോബർ 13 ഇദ്ദേഹത്തിന്റെ ജന്മദിനം. കേരള സർക്കാർ സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നു. കേരള വിനോദസഞ്ചാരത്തിന്റെ പിതാവ്. തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ വികസനത്തിന് വേണ്ടി യത്നിച്ചു. ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ് ട്ടോ. എല്ലാം ശരിയാണ്. ഒളിമ്പിക്സും കേരളവും സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ഷൈനി വിൽസൺ. ഒളിമ്പിക്സ് മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളി PR ശ്രീജേഷ്. KT ഇർഫാൻ ടോക്കിയോ ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിന്റെ റേസ് വാക്കിംഗ് ഇനത്തിൽ യോഗ്യത നേടി. ഓക്കെ, ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ് 2ഉം 3ഉം. അതായത് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ് PR ശ്രീജേഷ്. KT ഇർഫാൻ ടോക്കിയോ ഒളിമ്പിക്സിന്റെ അത്ലറ്റിക്സിന്റെ റേസ് വാക്കിംഗ് ഇനത്തിൽ യോഗ്യത നേടി. അടുത്ത ക്വസ്റ്റ്യൻ, 2023 16ാമത് പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ആരാണ്? ഓക്കെ, ആരാണ്? ഓപ്ഷൻ ബി ആണ് ട്ടോ. ഇന്ത്യയാണ് നേടിയത്. 2023 16ാമത് പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യയാണ്. പറക്കും സിംഗ് എന്നറിയപ്പെടുന്ന ഒളിമ്പ്യൻ മിൽഖ സിംഗ് അന്തരിച്ച വർഷം. മിൽഖ സിംഗ് എന്നാണ് അന്തരിച്ചത്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലെ. 2021 അന്തരിച്ചത്. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരുടെ പുസ്തകമാണ്? ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ആരുടെ പുസ്തകമാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. VP മേനോൻ. VP മേനോന്റെയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ആഞ്ചലോസ് ഫ്രാൻസിസ്. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആൻസർ ഓപ്ഷൻ ബി ആണ്. സി ശങ്കരൻ നായർ. ബി ശങ്കരൻ നായർ. ഓക്കെ, കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയത് ആരാണ്? കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയത് ആരാണ്? ഓപ്ഷൻ ഡി ഗോദവർമ്മ രാജ. ഗോദവർമ്മ രാജ. ഓക്കെ, ആരുടെ നോവലാണ് വല്ലി? ആരുടെ നോവലാണ് വല്ലി? ആൻസർ ഓപ്ഷൻ ഡി ഷീല ടോമിയുടെ നോവലാണ് വല്ലി എന്ന് പറയുന്നത്. ശരിയായത് കണ്ടെത്തുക. ഓക്കെ, തന്നിട്ടുള്ളതിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണല്ലേ. 1ഉം 3ഉം 4ഉം ആണ്. അതായത് ജിമ്മി ജോർജ് വോളിബോൾ, ബോബി അലോഷ്യസ് ഹൈ ജമ്പ്, അതുപോലെ 4 ചിത്ര കെ സോമൻ അത്ലറ്റ്. ഓക്കെ, 2023 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ഏത് രാജ്യത്ത് വെച്ചാണ്? ഏത് രാജ്യത്ത് വെച്ചാണ്? ഓപ്ഷൻ സി ചൈനയിൽ വെച്ചാണ് ട്ടോ. ചൈനയിൽ വെച്ചിട്ടാണ് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യ സ്വർണം നേടാത്ത മത്സര ഇനങ്ങൾ ഏവ? ഓക്കെ, ഇന്ത്യക്ക് സ്വർണം ലഭിക്കാത്ത ഇനങ്ങൾ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ട്ടോ. റോവിങ്, ചെസ്, ഗോൾഫ്. ഓക്കെ, റോവിങ്, ചെസ്, ഗോൾഫ്. മലയാള നാടകങ്ങളിൽ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രസിദ്ധി നേടിയ ഓച്ചിറ വേലിക്കുട്ടിയുടെ ജീവിതം പ്രമേയമായ നോവൽ. മലയാള നാടകങ്ങളിൽ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രസിദ്ധി നേടിയ ഓച്ചിറ വേലിക്കുട്ടിയുടെ ജീവിതം പ്രമേയമായ നോവൽ ഏതാണ്? ഓപ്ഷൻ എ ആണ് അലിംഗമാണ്. ഓക്കെ, ഏഷ്യൻ ഗെയിംസ് 2023 സ്വർണ്ണ മെഡൽ നേടിയ വനിതകളുടെ ക്രിക്കറ്റ് ടീമിനെ ഫൈനലിൽ നയിച്ചത് ആരാണ്? ആരാണ് നയിച്ചത്? ഓപ്ഷൻ ഡി ആണല്ലേ. ഹർമൻപ്രീത് കൗർ ആണ്. ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ സി ആണ്. PP രാമചന്ദ്രൻ. ശരിയായ ജോഡി തന്നിട്ടുള്ളവയിൽ ശരിയായിട്ടുള്ള ജോഡിയാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എന്താണ്? ഡി ആണ് ട്ടോ. 1ഉം, അതായത് CV രാമൻപിള്ള പീറ്റർ സ്കോട്ട്, അതുപോലെ MT വാസുദേവൻ നായർ ഹെമിംഗ്വേ, ONV കുറുപ്പ് അലക്സാണ്ടർ പുഷ്കിൻ. ഓക്കെ, ഇതാണ് തന്നിട്ടുള്ളവയിൽ ശരിയായ ജോഡി. കഥകളി വിജ്ഞാനകോശം രചിച്ചത് ആരാണ്? കഥകളി വിജ്ഞാനകോശം രചിച്ചത് ആരാണ്? ആൻസർ അയ്മനം കൃഷ്ണ കൈമൾ. ഓക്കെ, അയ്മനം കൃഷ്ണ കൈമളാണ്. ഓക്കെ, ഇത് ഡിലീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്, വേണ്ട. ഓക്കെ, 2026 ഏഷ്യൻ കായികമേളയ്ക്ക് ആതിഥ്യമേകുന്ന രാജ്യം ഏതാണ്? താഴെ തന്നവയിൽ നിന്നും കണ്ടെത്തുക. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ജപ്പാനാണ് ആൻസർ എന്ന് പറയുന്നത്. 2023 വയലാർ അവാർഡ് ലഭിച്ച സാഹിത്യകാരൻ ആരാണ്? 2023 വയലാർ അവാർഡ് ലഭിച്ച സാഹിത്യകാരൻ എന്ന് പറയുന്നത് ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ശ്രീകുമാരൻ തമ്പി. ഓക്കെ, ഇത് വേണ്ട, ഇത് ഡിലീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായിട്ടുള്ള പ്രസ്താവന ഇവിടെ ഏതാണ്? ഇവിടെ ഓപ്ഷൻ ബി ആണ് ട്ടോ. 2 മാത്രമാണ്. ബാക്കി 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തൻ, 2022 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് അംബികാസുധൻ മാങ്ങാടിന് ലഭിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ് ട്ടോ. ഇത് മാത്രമാണ്, 2 മാത്രമാണ് തെറ്റായ പ്രസ്താവന. കേരളത്തിന്റെ തനതായ നൃത്ത കലാരൂപം ഏതാണ്? കേരളത്തിന്റെ തനതായ നൃത്ത കലാരൂപം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. മോഹിനിയാട്ടമാണ്. മോഹിനിയാട്ടം. അമ്മ എന്ന നോവൽ എഴുതിയത് ആരാണ്? അമ്മ എന്ന നോവൽ എഴുതിയിട്ടുള്ളത് ആരാണ്?
ആൻസർ ഓപ്ഷൻ എ ആണ് മാക്സിം ഗോർക്കി. മാക്സിം ഗോർക്കി. ഓക്കെ, ഇത് റിലേറ്റ് ചെയ്യാനായിട്ട് ഒരു കോഡ് ഇങ്ങനെ ഒരിക്കൽ ഒരു സാർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അമ്മമാര് എന്നൊക്കെ പറയുന്നത് മാക്സിയൊക്കെ അല്ലേ മാക്സിമം വീട്ടിലിടുക അല്ലെ, നമ്മുടെ വീട്ടിലൊക്കെ അമ്മമാര് മാക്സി അല്ലേ ഇടുക. അപ്പൊ അങ്ങനെ റിലേറ്റ് ചെയ്താൽ മതി കേട്ടോ. അമ്മ മാക്സിം ഗോർക്കി, മാക്സി ഗോർക്കി. ഓക്കെ. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ശ്രീ യു ഷറഫ് അലി. ശ്രീ യു ഷറഫ് അലി. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ സി പി വത്സല. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? അല്ലെ, റിപ്പീറ്റഡ് ആണ്. EMS നമ്പൂതിരിപ്പാട്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിന്റെ കൃതികളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ് നിഴലുറങ്ങുന്ന വഴികൾ. 2024 ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം. 2024 ഒളിമ്പിക്സിന്റെ വേദി എന്ന് പറയുന്നത് ഓപ്ഷൻ എ പാരീസ് ആണ്. ഓപ്ഷൻ എ പാരീസ്. ഓക്കെ. പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് രചിച്ചത് ആരാണ്? VT ഭട്ടതിരിപ്പാട്. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത ആരാണ്? സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയത് ആരാണ്? വങ്കാരി മാതായി. വങ്കാരി മാതായി. ഓക്കെ. ദ സിറ്റാഡൽ എന്ന നോവലിന്റെ രചയിതാവ് ഒരു ഡോക്ടറാണ്. ആരാണ് ഈ നോവലിന്റെ രചയിതാവ്? ഓക്കെ, ആരാണ് രചയിതാവ്? AJ ക്രോണിൻ. AJ ക്രോണിൻ ആണ് ദ സിറ്റാഡൽ എന്ന് പറയുന്നതിന്റെ രചയിതാവ്. കേരളത്തിലെ ഏത് ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലാമിക്കളി? അലാമിക്കളി എവിടെയാണ്? കാസർഗോഡാണ് കണ്ടുവരുന്നത് അലാമിക്കളി. സൂക്ഷിച്ചു നോക്കൂ, കവിതയല്ലാതെ എന്തുണ്ട് ഭൂമിയിൽ? എല്ലാത്തിനും കവിത ദർശിച്ച ഈ മഹാകവി ആരാണ്? എല്ലാത്തിലും കവിത കണ്ടിട്ടുള്ള ആൾ ആരാണ്? ഓപ്ഷൻ ബി ആണല്ലേ പി കുഞ്ഞിരാമൻ നായർ. പി കുഞ്ഞിരാമൻ നായർ. 2023 പുറത്തിറങ്ങിയ ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആരാണ്? ദ കവനന്റ് ഓഫ് വാട്ടർ എഴുതിയത് ആരാണ്? എബ്രഹാം വർഗീസ് ആണ്. എബ്രഹാം വർഗീസ്. ഭാരത പര്യടനം ഏത് വിഭാഗത്തിൽ പെടുന്ന കൃതിയാണ്? ഭാരത പര്യടനം എന്ന് പറയുന്നത് സാഹിത്യ വിമർശനമാണ്. സാഹിത്യ വിമർശനം. പ്രസിദ്ധമായ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഏതു നദിയുടെ തീരത്താണ്? ഏത് നദിയുടെയാണ്? പമ്പ നദിയുടെ തീരത്താണ്. ഗ്രാൻഡ് സ്ലാം എന്ന പദം ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഗ്രാൻഡ് സ്ലാം എന്ന് പറയുന്നത് ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്കാണ്? പ്രഭാവർമ്മയ്ക്കാണ്. 2024 ഗേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഏതാണ്? ഹിമപ്പുലിയാണ്. ഹിമപ്പുലിയാണ് ഭാഗ്യചിഹ്നം. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ആരുടെ വാക്കുകളാണ്? ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്കുകളാണ് അല്ലെ. ആരുടെയാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. കുമാരനാശാന്റെ വരികളാണ്. ഓക്കെ. വനിത 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ രാജ്യം ആരാണ്? സ്പെയിനാണ് രാജ്യം. ഓക്കെ. പിയാത്ത ആരുടെ കലാസൃഷ്ടിയാണ്? പിയാത്ത ആരുടെയാണ്? മൈക്കലാഞ്ചലോ. റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന്റെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ സി ആണ് അഖിൽ പി ധർമ്മജൻ. ഓക്കെ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റായ ആദ്യ വനിത, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ വനിത ആരാണ്? ഓപ്ഷൻ ബി ആണ് PT ഉഷ. കഥാപാത്രവും നോവലും തെറ്റായ ജോഡി ഏതാണ്? കഥാപാത്രവും നോവലും സുഹറ എന്റെ അപ്പൂപ്പാക്കൊരു ആനുണ്ടാവുന്നു. ഇതാണ് തെറ്റായ ജോഡി. ഗോദാൻ എന്ന കൃതി രചിച്ചത് ആരാണ്? ഗോദാൻ എന്ന കൃതി രചിച്ചിട്ടുള്ളത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. പ്രേംചന്ദ് ആണ് ഗോദാൻ എന്ന കൃതി രചിച്ചത്. ഒളിമ്പിക് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? ഏതിനെയാണ്? ഏഷ്യയെയാണ് സൂചിപ്പിക്കുന്നത്. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലു അർജുൻ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ എന്താണ്? കാലം സാക്ഷി. 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ആണ് ഇന്ത്യയാണ് ആൻസർ. ഇത്തവണ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം M ശ്രീശങ്കർ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏത് കായിക ഇനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അദ്ദേഹം അത്ലറ്റിക്സുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അത്ലറ്റിക്സ്. ഓക്കെ. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം ആരാണ്? ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം ആരാണ്? ഓപ്ഷൻ സി ആണല്ലേ വിരാട് കോഹ്ലിയാണ് ആൻസർ എന്ന് പറയുന്നത്. മികച്ച നടനുള്ള 69ാമത് ദേശീയ പുരസ്കാരം 2023 നേടിയ നടൻ ആരാണ്? ഓപ്ഷൻ എ ആണ് അല്ലു അർജുൻ ആണ് നടൻ. ഓക്കെ. 2024 സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി എവിടെയാണ്? ഓപ്ഷൻ ഡി പാരീസ് ആണ്. ഓക്കെ. അപ്പൊ ഇന്ന് ഇത്രയും നോക്കുന്നുള്ളൂ കേട്ടോ. ഇനി കുറച്ചുകൂടെ ഉണ്ട്. അത് നമുക്ക് വേറൊരു ദിവസം നമുക്ക് ചെയ്യാം. ഓക്കെ. ഒരുപാട് വീഡിയോ ലെങ്ത് ആയി പോണ്ടെന്ന് വെച്ചിട്ടാണ്. ഓക്കെ. അപ്പൊ ഇനി ബാക്കി കുറച്ചുകൂടെ ഉണ്ട്.
വേറൊരു ദിവസം നോക്കാം ട്ടോ. അപ്പൊ ജസ്റ്റ് ഇതുവരെ വീഡിയോസ് കാണാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം അവിടെ ഉണ്ട്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക ട്ടോ. താങ്ക് യു സോ മച്ച്.